ഹായ് ഹലോ ഗായ്സ്, വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ. കുറേ നാളായിട്ട് നമ്മൾ വീഡിയോ ഒന്നും ഇട്ടിട്ടുണ്ടായിരുന്നില്ലേ. ഒരു മാസമൊക്കെ ആയിട്ട് ഹോസ്പിറ്റലിലായിരുന്നു, അതുകൊണ്ടാട്ടോ വീഡിയോ ലേറ്റ് ആയത്. അങ്ങനെ നമ്മൾ ഇന്ന് പാറുവിന് ആധാർ എടുക്കാൻ പോവാണ്. ഞാൻ വിചാരിച്ചു കരഞ്ഞ് അവിടെ മൊത്തം കുളവാക്കുമായിരിക്കുന്നു. പക്ഷെ ആൾ നല്ല സ്മാർട്ടായിട്ട് പോസൊക്കെ ചെയ്താട്ടോ ആധാർ എടുക്കാൻ പോയെ. എടുത്തതിൻ്റെ ക്ഷീണത്തിൽ ആൾക്കൊരു ബോണ്ടയും ചായയൊക്കെ മേടിച്ച് കൊടുത്തിട്ടുണ്ട്. ആൾ നല്ല ഹാപ്പി ആയിട്ട് ഇരിപ്പുണ്ട്. പിന്നെ നമ്മൾ അവിടെ നിന്ന് പോകുന്നപ്പോൾ നല്ല മഴയായിരുന്നു കേട്ടോ. ഇത് നമ്മുടെ അടുത്ത് പണിയുന്ന ഒരു മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലാണ്. ഇപ്പോൾ സാധാരണ ക്ലിനിക്കൊക്കെ ഉള്ളപ്പോൾ ഇത് വന്നു കഴിയുമ്പോൾ നല്ല സൗകര്യങ്ങളൊക്കെ ഉണ്ടാവും. പിന്നെ നമുക്ക് ബാങ്കിൽ കയറാനുണ്ടായിരുന്നേ. നമ്മുടെ ടൗണിലെത്തിയിരിക്കുകയാണ്. മണിമല. നല്ല മഴയുണ്ടായിരുന്നു. പിന്നെ ഇതാണ് മണിമലയാറ്. ഇടയ്ക്ക് നിങ്ങൾ ടി വിയിലൊക്കെ കാണാറില്ലേ മണിമലയാറ് കര കവിഞ്ഞു എന്ന്. ഇത് ചേട്ടൻ്റെ ഫ്രണ്ടിൻ്റെ അനിയനാണ്. പാറു ഒരാളുടെ അടുത്ത്, ഒരു പരിചയമില്ലാത്ത ആളുടെ അടുത്ത് ഇത്ര അടുക്കുന്നത് ആദ്യമായിട്ടാട്ടോ. ഞങ്ങളൊക്കെ ഇങ്ങനെ അത്ഭുതപ്പെട്ടിരിക്കുകയായിരുന്നു. പിന്നെ അവിടുന്ന് ഹോസ്പിറ്റലിൽ പോകണമായിരുന്നു. ചേട്ടൻ ഇഞ്ചക്ഷൻ എടുക്കാനുണ്ടായിരുന്നു. പാറു പിന്നെ അച്ഛയെന്നും പറഞ്ഞുകൊണ്ട് ഇഞ്ചക്ഷൻ റൂമിൻ്റെ അവിടെ കിടന്ന് തല്ലി പൊളിക്കുന്നുണ്ടായിരുന്നു. പാറുവിൻ്റെ വിളി കേട്ടകത്ത് നേഴ്സ് വരെ ഇറങ്ങി വന്നു. ഇനി അവിടെ ഇഞ്ചക്ഷൻ എടുക്കാൻ വന്ന ആരെങ്കിലും ഇറങ്ങി ഓടുമെന്നുള്ളതും കൂടി അറിഞ്ഞാൽ മതി. വിളിച്ച് സൈ ഇട്ട് കഴിഞ്ഞാൽ പാറു പിന്നെ അതിൽ ഓട്ടമായിരുന്നു. അവിടെ കാണുന്ന ചേട്ടന്മാരെയും ചേച്ചിമാരൊക്കെ ചിരിച്ച് കാണിക്കുക, ഹലോ പറയുക, പിന്നെ ചണ്ട കൂട്ടി നടക്കുക. ഇതൊക്കെയായിരുന്നു പരിപാടി. ഒച്ചയില്ലേ ഇവിടെ? മിണ്ടാതിരിക്കാന്. പൊന്നെ പാറു ഇതാ ഡയാലിസിസ് റൂമിൻ്റെ ഫ്രണ്ടിൽ പോയി നിൽക്കുകയാണ്. 2 ചേട്ടന്മാർ അങ്ങോട്ട് പോയിട്ടുണ്ട് വീൽ ചെയറും കൊണ്ട്. അതും നോക്കി നിൽക്കുന്നതാണ്. ഇത്ര നേരമായിട്ട് അച്ഛനെ കാണാനിട്ട് ക്ഷമ നശിച്ചിട്ട് പിന്നെയും വിളിയോട് വിളിയാണ്. അച്ഛനുണ്ടോ ഇറങ്ങി വരുന്നു. ദേഷ്യം വന്നിട്ടാണ് ഞങ്ങൾക്ക് പോയത്. പിന്നെ ഞങ്ങളൊരു ബിസ്ക്കറ്റും ചായയൊക്കെ കുടിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി നേരെ പോവുകയാണ്. പാറുവിനൊരു ചെരുപ്പും അമ്മയ്ക്കൊരു ബാഗും മേടിക്കാനുണ്ട്. ആദ്യത്തെ ചെരുപ്പടയിൽ കയറിയപ്പം പാറുവിൻ്റെ സൈസുള്ള ചെരുപ്പ് കിട്ടിയില്ല കേട്ടോ. പിന്നെ നമ്മൾ അടുത്ത കടയിൽ കയറി. പാറു അവിടെ കാണുന്ന ചെരുപ്പൊക്കെ വലിച്ചു പറിച്ച് എടുക്കുന്നുണ്ട്. പിന്നെ ഒരു കുഞ്ഞു വള്ളിച്ചെരുപ്പ് മേടിച്ചു വീട്ടിലിടാനായിട്ട്. അത് പാക്ക് ചെയ്തുകൊണ്ട് നിന്നപ്പോൾ പാറു അടുത്ത ചെരുപ്പ് ഇപ്പോൾ പിടിക്കുന്നുണ്ട്. പിന്നെ നമ്മളൊരു ബാഗ് മേടിച്ചു. അമ്മയ്ക്ക് ബാഗ് മേടിച്ചപ്പോൾ മോക്കും ബാഗ് വേണമെന്നും പറഞ്ഞ് അവിടെ കിടന്ന് വാശി പിടിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ നമ്മൾ മേടിച്ചില്ല. പിന്നെ പാറുവിന് കുറച്ച് സാധനങ്ങളും അച്ഛന് മരുന്നൊക്കെ മേടിക്കാനുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഫാർമസിയിൽ കയറി. അവിടെ കാണുന്ന സാധനങ്ങളെല്ലാം വലിച്ചെടുക്കുന്നുണ്ട്. കുഞ്ഞായതുകൊണ്ട് പിന്നെ അവിടെ ഉള്ളവരൊന്നും പറയുന്നില്ല. അച്ഛനും കൂട്ടിനുള്ളതുകൊണ്ട് പൈസ അച്ഛൻ കൊടുത്തോളൂ എന്ന് അവർക്കറിയാമല്ലോ. പിന്നെ ഡെറ്റോൾ ഉപ്പ് കണ്ടു കഴിഞ്ഞപ്പോൾ കളറായിട്ടിരിക്കുന്നതുകൊണ്ട് ഞങ്ങൾക്ക് അങ്ങ് സന്തോഷമായിട്ട് പോയില്ല. പച്ച എടുക്കണോ, നീല എടുക്കണോ, കറുപ്പ് എടുക്കണോ, ആകെപ്പാടെ കൺഫ്യൂഷൻ. എല്ലാത്തിൽ നിന്നും ഓരോന്ന് എടുക്കുന്നുണ്ട്. ചെറിയ കുപ്പി മാറ്റി വലിയ കുപ്പിയിലേക്കും കടന്നിട്ടുണ്ട്. ഇനി അവിടെ നിന്ന് അത്ര ശരിയാവില്ല എന്നോർത്ത് ഞങ്ങൾ തിരിച്ചു പോരുകയാണ്. അതിനിടയ്ക്ക് മീൻ മേടിക്കാൻ കയറിയപ്പോൾ അവിടെ ഒരു മ്യാവ് നിൽക്കുന്നു. മ്യാവ് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കൊണ്ടിരിക്കുക. ആരെങ്കിലും ഒരു കഷ്ണം കൊടുത്താലോ, ഇനി എങ്ങാനും ബിരിയാണി കൊടുത്താലോ എന്ന് വെച്ചാൽ. മീനൊക്കെ കുറവായിരുന്നു കേട്ടോ, ട്രോളിങ് ആയതുകൊണ്ട്. നോക്കി വന്നപ്പോൾ സിൽവർ, ഗോൾഡിന് വില കൂടിയതുകൊണ്ടായിരിക്കും സിൽവറിന് ഇച്ചിരി വില കുറവുണ്ട്. പിന്നെ പിരാനയുണ്ട്. നമ്മൾ മീനൊക്കെ മേടിച്ച് പോരുന്ന വഴിക്ക് അച്ഛമ്മേനും കയറ്റിക്കൊണ്ട് പോകും. അച്ഛമ്മ അമ്പലത്തിൽ പോയതാണ് ചതയ പ്രാർത്ഥനയ്ക്ക്. അപ്പോൾ അത്രേ ഉള്ളൂ. ചാച്ചാ.